ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ കാറിന് വേണ്ടിയിട്ട് അലോയ് എടുത്തത്. അതിന് ശേഷം ടയർ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ച 155, 65, 613 ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയറാണ്. പക്ഷേ അത് മുഴുവൻ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പറവൂരൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ആകെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയത് അതിന് 1 വർഷം പഴക്കമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ 4060 രൂപയാണ് മിനിമം ഏറ്റവും കുറവ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്ന് അലോയ് എടുത്ത കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 3850 വെച്ചിട്ട് നമുക്ക് ഇത് തരാമെന്ന്, ബ്രിഡ്ജിസ്റ്റോണിൻ്റെ സ്റ്റുഡിയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അവിടത്തേക്കാട്ടിലും പൈസ കുറവാണ് ഇവിടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും 4 ബാലൻസ് ചെയ്യണം, പിന്നെ അലൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കാട്ടെ, റേറ്റ് എനിക്കറിയില്ല, പുള്ളി പറഞ്ഞത് വെച്ച് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അലോയ് ഇടാന്നിട്ട് നെറ്റ് മേടിച്ചിട്ടുണ്ട്, അത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്, അതും കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട, ഇവിടെ ഞാൻ അലോയ് എടുത്തതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, പുറത്തൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ട, പുറത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം ഇത് ക്ലിയറാണ്, അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടൊക്കെ ചെയ്യേണ്ടി വരും. തൽക്കാലം നമുക്ക് വീലിട്ട് നോക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ 2 ടയർ മാറണം, 2 പുതിയതുമാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് ഗുജറാത്തിൽ നിന്ന് മാറിയതാണ്, അത് ഓടിയിട്ടൊന്നുമില്ല. അധികം ഓടിയെന്ന് വെച്ചാൽ ഓടിയാലും ബാക്കിൽ കിടക്കുന്നതുകൊണ്ട് തേയ്മാനമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ടയർ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതും മാറി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് നോക്കാം. ഇപ്പോൾ അലോയ് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അതൊന്നും നോക്കാം. ഗുജറാത്തിൽ നിന്ന് മാറിയ ടയറാണ്, 2022. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലിട്ടിട്ട് പുതിയത് ബാക്ക് ഇടാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഓടി തീരുമല്ല. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇയർ ബാക്കായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മുടെ ഫ്രണ്ടിൽ എന്തായാലും അത് തീർന്നാലും ഇത് തീരലുണ്ടാവില്ല. നമുക്ക് അങ്ങനെ ചെയ്യാം. അലോയ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ രീതിയിലാണ്. ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തിട്ട് നോക്കാം. സംഭവം പുറത്തേക്കൊന്നും ചാടിയിട്ടില്ല. പക്ഷെ എനിക്കൊരു സംശയം, ഇത് മിക്കവാറും ഓട്ടത്തിൽ വന്ന് തട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. തുണിയൊക്കെ ചാടുമ്പോൾ ദൈവത്തിനറിയാം, നോക്കാം. അലോയ് വീലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ലുക്കൊന്ന് മാറിയിട്ടാ, അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് 5.5J അലോയ് ആണ്. പക്ഷേ ഇട്ടേക്കണ 155 ഇവിടെ ഉണ്ട് കേട്ടോ, 155 6513 ഇതാണ് ഞാൻ മേടിച്ചിട്ടുണ്ട്, ബ്രിഡ്ജിസ്റ്റോണിൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത്. ഇതിട്ടിട്ടേ എനിക്കൊരു സംശയം ഇവിടെ ഒരയൊന്നായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 4 പേര് കയറി ചേർന്നിട്ട് ഒരേ പിടിക്കുകയൊന്നും ചെയ്യണില്ല, ഫ്രണ്ടും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടയർ ഇപ്പോൾ കിട്ടിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട 24-ാം തീയതി 2024. ഇതിൻ്റെ ഡേറ്റ് നോക്കണത് ഫസ്റ്റ് കാണുന്ന ഈ ബാച്ച് നമ്പറിൽ തന്നെ അങ്ങനെ ഉണ്ടാകും. 0 എന്നുള്ളത് 1ാമത്തെ ആഴ്ചയാണ്. പിന്നെ അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് ഇയർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 18ാമത്തെ ആഴ്ചയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്കൂട്ടിയാൽ മതി. 18ാമെന്ന് പറയുമ്പോൾ 4 വെച്ച് കൂട്ടുമ്പോൾ 4 ആഴ്ച വെച്ച് 1 മാസം കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മന്ത് കിട്ടും. ഇതിപ്പോൾ ജനുവരി 2024 ടയറാണ്. ഇവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 6 മാസം മിനിമം 1 വർഷം പഴക്കമുള്ള ടയറുകളുണ്ടായ വിലയും കൂടുതലായിരുന്നു. ഇപ്പോൾ 3850 വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ 4 വീലും നമ്മൾ ബാലൻസ് ചെയ്തിരുന്നു. ബാലൻസ് ചെയ്തതിനും അലൈൻമെൻറ്റ് പിന്നെ 2 ഇത് മാറ്റി നിറയ്ക്കേണ്ടി വന്നില്ല. കാരണം നമ്മൾ പഴയ ഡിസ്കിൽ നിന്ന് മാറ്റി നിറച്ചതിനും എല്ലാം കൂടി 700 രൂപയാണ് എക്സ്ട്രാ വാങ്ങിച്ചത്. അപ്പോൾ 3850 700 വെച്ചിട്ട് ഒരു ടയറിന് 3850 പിന്നെ മാറ്റിയതിന് 700 രൂപയും. അപ്പോൾ നമുക്ക് ലാഭമാണ്. കാരണം 50 രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഇവർ ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ചേഞ്ച് ചെയ്തതിനും പിന്നെ ബാലൻസ് ചെയ്തതിനും. അപ്പോൾ അതൊരു ലാഭം തന്നെയാണ്. കാരണം മിനിമം 100 രൂപയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. എന്തായാലും അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. റൈഡേഴ്സ് ചോയ്സിൽ നിന്നാണ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് അതേ സ്ഥലത്ത് നിന്ന് അവിടെയാണ് ടയർ അവൈലബിൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ അലോയ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ അലോയ് ഇടുമ്പോൾ എപ്പോഴും ഇതേപോലത്തെ നെറ്റ് മേടിച്ചിടണം. അലോയ് വീല് മേടിക്കുമ്പോൾ ഇതേപോലത്തെ നെറ്റ് മേടിച്ചിടണം കേട്ടോ. ഇതൊരു 20 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിന് പല വിലയുടെ കിട്ടും. പക്ഷേ ഇത് മേടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ എല്ലാ അലോയിലും ഈ ടൈപ്പ് ഇടാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഈ ഹോള് നമുക്ക് നോക്കണം. കാരണം നമുക്ക് 19ൻ്റെ ബോക്സ് കയറാവുന്ന ഒരു ഹോളെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇടാൻ പറ്റുള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ മൾട്ടി ഹോളൊക്കെയാണ് ഇത് വളരെ ചെറുതായിരിക്കും, ഈ ഹോള് ചെറുതായിരിക്കും, ഈ ഔട്ടറേ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കിത് കയറാണ്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. ഈ സാധനം കയറണമെങ്കിൽ മാത്രമേ മേടിച്ചിടാവുള്ളൂ. ഇത് ഇടണം, ഇതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഹോളുള്ള ടൈപ്പ് ഉണ്ട്, അതാകുമ്പോൾ നമുക്ക് പിന്നെ വിഷയമില്ല, ഏത് ഹോളിൽ വേണമെങ്കിലും ഇടാൻ പറ്റും അലൈനായിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ബോക്സ് പാനർ തന്നെ പറ്റും. നമ്മുടെ ബോക്സ് പാനർ കറക്റ്റാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19ൻ്റെ ലോങ് ബോക്സ് മേടിച്ചിട്ട് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ലോങ് ബോക്സ് മേടിക്കുകയാണെങ്കിൽ ഇതൊരു 100 രൂപ വിലയുണ്ട്. ഇതാകുമ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റാണ്, കണ്ട നമുക്ക് പ്ലേയിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലത്തെ T ഹാൻഡിലോ L ഹാൻഡിലോ മേടിച്ചിട്ട് ഇട്ടാൽ മതി. ഇതിനാണ് ഇത്തിരി വില ഉള്ളത്. പക്ഷേ നോർമലായിട്ട് നമ്മുടെ ഒറിജിനൽ കമ്പനി തരുന്നതും കയറും.
കമ്പനി വരുന്നത് ഈ ടൈപ്പാണല്ലോ. ഇതും കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട് കണ്ട. പക്ഷേ ചെറിയൊരു പ്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ബോക്സ് വാങ്ങിച്ചത്, ലോങ് ബോക്സ് മേടിച്ചത്. പക്ഷേ എൻ്റെ പഴയ വണ്ടിയാണല്ലോ, പഴയ വണ്ടിക്ക് കിട്ടിയേക്കണത് ഇത് കയറില്ല. കാരണം ഈ ഭാഗത്തിന് വണ്ണം കൂടുതലായ കാരണം ഇതിൻ്റെ അകത്തേക്ക് കയറണുണ്ടായില്ല. ഇതിപ്പോൾ വേറെ പുതിയ മോഡൽ വണ്ടിയുടെയാണ്, അത് കയറും. പിന്നെ ഞാനിതാണ് ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് പ്ലേയും ഉണ്ട്, വേറെ ഇവിടെ ഒരേ പിടിക്കൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഇതിൽ കിടന്ന് ഒരേയും. അപ്പോൾ ഇതുപോലത്തെ ഇട്ടാലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എഡ്ജ് കണ്ട, ഈ എഡ്ജ് ഇതിങ്ങോട്ട് ഉള്ളിലേക്ക് കയറും. ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഇരിക്കണം കണ്ട്, ഇത്തിരി വട്ടം കൂടുതലുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ടൈപ്പ് മേടിച്ചിരുന്നായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതുള്ള കാരണം കാർന്ന് കയറില്ല. ഈ ടൈപ്പ് ആകുമ്പോൾ ഈ എഡ്ജ് കാർന്ന് കയറി ഈ അലോമിനിയോടെ ആയതുകൊണ്ട് നമ്മൾ മെഷീൻ അല്ലെങ്കിൽ കൈകൊണ്ട് മുറിക്കാലും കാർന്ന് പോകും. അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ നെറ്റ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് നിന്നോളും. ഇതിപ്പോൾ 20 എണ്ണമുള്ള 4 സ്പെയറായിട്ട് നമുക്ക് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലോയ് അന്ന് ഞാൻ പറഞ്ഞില്ലേ 14 രൂപയോളം വന്നു. ഇതും ഈ ഒരു ഉള്ളിലെ സാധനം കൂടി സെക്കൻഡ് ഹാൻഡ് മേടിച്ചപ്പോൾ 14 രൂപ വന്ന്. ഇത്രയൊക്കെ ആണ് പൈസ കാര്യങ്ങളൊക്കെ അയക്കണം. ഞാൻ പിന്നെ ബ്രിഡ്ജ് സ്റ്റോൺ മാത്രമേ നമ്മളെ വണ്ടിയിൽ ഇട്ടിട്ടുള്ളൂ, വേറെ ടയറൊന്നും മാറ്റി ഇട്ടിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം മാത്രം കിട്ടാണ്ട് വന്നപ്പോൾ ഒരു JK ഇതിൻ്റെ ഇടയ്ക്ക് ഇത്ര വർഷത്തിന് ശേഷം ഇട്ട് ആ JK എനിക്കത് അത്ര ഗുണമായിട്ട് തോന്നിയതുമില്ല. അപ്പോൾ ബ്രിഡ്ജ് സ്റ്റോൺ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്. ഈ വണ്ടിക്ക് പറ്റി 155 65 13 വരുന്നത് സ്റ്റോഡോ എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോക്കോഹാമയുടെ ടയറാണ്. യോക്കോഹാമയുടെ ടയർ ഇതിലും കുറച്ചും കൂടി റേറ്റ് കുറവാണ്, എർത്ത് വണ്ണൊക്കെ. പക്ഷേ അത് ഇത്രയും ലാസ്റ്റ് ചെയ്യില്ലെന്നാണ് ഇട്ടവരൊക്കെ പറയണത്. ഭയങ്കര സോഫ്റ്റാണ്, ഇതിലും കുറച്ചുകൂടി കംഫർട്ടൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ബ്രിഡ്ജ് സ്റ്റോണിലേക്ക് പോയത്. പിന്നെ കാരണം വേറെ ഒന്നുമില്ല, ഞാൻ നമ്മൾ ഭയങ്കരമായിട്ട് റെഫ്യൂസ് ചെയ്യണ വണ്ടിയാണല്ലോ. ലഡാഖൊക്കെ കണ്ടില്ല, അമ്മാര് കല്ലിക്കൂടിയൊക്കെ ഇട്ടും ബ്രിഡ്ജ് സ്റ്റോണിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. പിന്നെ അതുപോലെ ഇത് കിടന്നാലും കുഴപ്പമില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എത്ര നാൾ കിടന്നാലും ഹാർഡാവുകയും പിടിക്കുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്രിഡ്ജ് സ്റ്റോൺ തന്നെ പ്രിഫർ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.